ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ചൊക്കെ ചോദിച്ചു. കൂട്ടുകാർക്ക് അലഞ്ചൊക്കെ തമ്മിൽ ഇന്ന് നാട്ടുരാജ്യ സംവിധാനത്തെ കുറിച്ചും അതിനെയുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപനത്തെ കുറിച്ചുമാണ് പഠിക്കുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ബ്രിട്ടീഷ് കോളനിയായി മാറിയ ഇന്ത്യയിൽ രണ്ട് മേഖലകൾ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് നാട്ടുരാജ്യക്കാന്മാർ ഭരണം നടത്തിയ മേഖലകൾ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ മേഖലകൾ. ഇന്ത്യയിൽ 560 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ചില നാട്ടുകാരുടെ സംയോജന പ്രക്രിയ അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാം. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം രാജാക്കന്മാർക്കായിരുന്നു. ഇത് ഏകീകൃത ഇന്ത്യയുടെ നിലനിൽപ്പിന് ഭീഷണിയായി. തിരുവിതാംകൂർ നാട്ടുരാജ്യം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്ന് അവിടുത്തെ ഭരണാധികാരി പ്രഖ്യാപിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനത്തോടുള്ള ഇന്ത്യൻ ഗവൺമെന്റ് സമീപനം. ഇന്ത്യൻ അനേകം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കാനുള്ള സാധ്യതയ്ക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സമീപനം 3 പരിഗണനയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 1. മിക്ക നാട്ടുരാജ്യങ്ങളിലെയും ജനങ്ങൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു. 2. പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കുക. 3. ഇന്ത്യയുടെ ഭൂപരമായ ഐക്യം കാത്തുസൂക്ഷിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ വളരെ ഉറച്ചതും അതേസമയം നിർവചവുമായ സമീപനങ്ങളിലൂടെയാണ് അദ്ദേഹം വിവിധ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി വി.പി. മേനോൻ ആയിരുന്നു. നാട്ടുരാജ്യങ്ങളിലെ ഇന്ത്യയിൽ ലയിപ്പിച്ചത് ലയന കരാറുകളിലൂടെയാണ്. ജുനാഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളുടെ ലയനം പ്രശ്നസങ്കീർണമായിരുന്നു. 1. ഹൈദരാബാദ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുത്. നൈസാമായിരുന്നു അവിടുത്തെ ഭരണാധികാരി. സർക്കാർ അവിടുത്തെ അർദ്ധസൈനിക വിഭാഗവും. ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താൻ നൈസാം ആഗ്രഹിച്ചു. ഇതേസമയം നൈസാമിനെതിരെ അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്തു നിന്നുള്ള സമരം ശക്തമായി. ഈ ജനകീയ സമരത്തെ അടിച്ചമർത്താൻ നൈസാം തന്റെ അർദ്ധസൈനിക വിഭാഗത്തിൽ നിയോഗിച്ചു. സ്ഥിതിഗതികൾ വഷളായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സൈനികമായ ഇടപെടൽ നടത്തി. ഏതാനും ദിവസത്തെ രൂക്ഷമായ പോരാട്ടത്തിന് ശേഷം നൈസാം കീഴടങ്ങി. ഇത് ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് നയിച്ചു. ജുനാഗഡ് ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു. മണിപ്പൂർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിന്റെ മഹാരാജാവ് ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. പൊതുജന അഭിപ്രായത്തിനു വേണ്ടി 1948 ജൂണിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അങ്ങനെ മണിപ്പൂരിൽ ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രദേശമാണ് മണിപ്പൂർ. മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് പിന്തുണച്ചു. എന്നാൽ മറ്റു പ്രദേശ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെയായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് തന്ത്രപരമായി മഹാരാജാവിനെ കൊണ്ട് 1949 സെപ്റ്റംബറിൽ ലയന കരാർ ഒപ്പുവെച്ചു.